അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നദ്ദുആ ലാ യറുദ്ദു ബൈനൽ അയാനി വൽ ഇഖാമ ഫദ്ഉ. റവാഹു അത്‌തിർമിദി വഅബൂ ദാവൂദ് വഅഹ്മദ്. സഹോദരങ്ങൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ആളുകളാണ്. പല ആളുകൾക്കും പല ദുആകൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകാം, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് പല കാരണങ്ങളും ഉണ്ട്. ആ കാരണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിൽ മറ്റൊന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥകളും സ്ഥലങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവ അറിഞ്ഞ് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഉത്തരം കിട്ടാൻ ഉറപ്പുള്ള ഒരു മാർഗം. അപ്പം അതുകൊണ്ട് തന്നെ തേടിയിട്ട് കിട്ടിയവരുണ്ടാവാം, ഇനിയും കിട്ടിയിട്ട് തീരാത്തവരുണ്ടാവാം. അവരാ സമയവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കി ദുആ ചെയ്യുക. അതിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ പറയാം, ഇന്ന ദുആ, തീർച്ചയായും ഒരു ദുആ ഉണ്ട്. എന്നതിൻ്റെ പ്രത്യേകത ലാ യറുദ്ദു, അത് അള്ളാഹു തട്ടൂല, തട്ടിക്കളയാത്തൊരു ദുആയാണ്. ബൈന അൽ അദാനി വൽ ഇഖാമത്തി, ആ സമയപ്പുഴ മുഹൂർത്തപ്പുഴ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. ഹദീസിൽ അദാൻ എന്നാണ്, രണ്ടാമത്തേത് ഇഖാമ. ആ ഇഖാമത്തിനും അദാനിനും ഇടയിൽ ഒരാൾ ദുആ ചെയ്താൽ ലാ യറുദ്ദു, അത് തട്ടിക്കളയുകയില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞത് ഫദ്ഉ, നിങ്ങൾ ആ സമയത്ത് ദുആ ചെയ്യണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സന്ദർഭങ്ങളും സമയങ്ങളും തിരഞ്ഞെടുത്ത് ദുആ ചെയ്യാനും ആ ദുആയ്ക്ക് ഇരുലോകത്തും ഇജാബത്തുണ്ടാകാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാധിക്കമുള്ള ആളുകളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് അവരുടെ രോഗങ്ങൾക്ക് ആബിലും ആജിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പരസഹായം ഇല്ലാതെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയം വരെ തഖ്വയുള്ളവരായി ജീവിക്കുവാനും ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വേദനയും ബേജാറും വെപ്രാളവും വിഷമവും പ്രയാസവും മാറ്റി നിർത്തി അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൻ്റെ മഈശത്തിൻ്റെ റിസ്ഖിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.